BSc in Physics. This is semester 6, paper 1, solid state physics. Unit 2, we continue today. The topic is Fermi surface. Fermi surface from unit 2, conduction in metals. This is for BSc main physics, semester 6, class number S30. Today the topic is Fermi surface. What is Fermi surface? And for that you draw the figure. A sphere is marked here. Number of dots are put on it, and the velocity components x component and y component are marked. Vx is the x component of velocity, vy is the y component of velocity, and there is also we marked Fermi surface, and this is called velocity surface or k space. Velocity space, momentum space, k space we call it like that, and we can see what is the Fermi surface. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത് ഫെർമി സർഫസ് എന്താണെന്നുള്ളതാണ്. ഫെർമി സർഫസ് അപ്പോൾ കണ്ടക്ഷൻ ഇൻ മെറ്റൽസിൽ വരുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് ഫെർമി സർഫസ്. വളരെ ചെറിയ ടോപ്പിക്. യൂസ് ചെയ്യും ഫെർമി സർഫസ്. ഇത് ഇലക്ട്രോൺ ഇൻ എ മെറ്റൽ, ദി ഇലക്ട്രോൺസ് ഇൻ എ മെറ്റൽ ആർ ഇൻ എ കണ്ടൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് റാൻഡം മോഷൻ. അപ്പോൾ ഇലക്ട്രോൺസ് ഒരു മെറ്റൽ ഇലക്ട്രോൺസ് ഒരു കണ്ടൻസ്ഡ് സ്റ്റേറ്റ് ആണ്, അവയെല്ലാം റാൻഡം മോഷനിലാണ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ്. ബിക്കോസ് these electrons are considered to be free particles. ഈ ഇലക്ട്രോൺസിനെ നമ്മൾ ഫ്രീ പാർട്ടിക്കിൾസ് ആയിട്ടാണ് കരുതുന്നത്. The energy of the electron is entirely kinetic. ഈ ഇലക്ട്രോൺസിൻ്റെ എനർജി കൈനറ്റിക് എനർജി ആണുള്ളത്, ഹാഫ് എം വി സ്ക്വയർ ഉള്ളത്. ദിസ് എനർജി മേ ബി റിട്ടേൺ ആസ്, എനർജി ക്യാൻ ബി റിട്ടേൺ ആസ്. ഇവിടെ നമുക്കറിയാം ഒരു മെറ്റലിനകത്ത് ധാരാളം കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഉണ്ട്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, അവ ചലിക്കുകയാണ്. അവിടെ എനർജി കൈനറ്റിക്കാണ്. ആ കൈനറ്റിക് എനർജിയെ നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കൊണ്ട് സൂചിപ്പിക്കാം. എന്താണ് ഇക്വേഷൻ? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. E = ½ mv². E = ½ mv² എന്നുള്ള കൈനറ്റിക് എനർജി കൊണ്ട് മാർക്ക് ചെയ്യാവുന്നതാണ്. ആ എമ്മിന് വരെ എം സ്റ്റാർ എന്ന് കൊടുക്കും. കാരണം ഈ എം സ്റ്റാർ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻ മെറ്റലാണ്. ഇറ്റ് ഈസ് കോൾഡ് എഫക്റ്റീവ് മാസ്. സംടൈംസ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ, ഇറ്റ് മേ ബി ഗ്രേറ്റർ ദാൻ ദി ഇലക്ട്രോൺ റെസ്റ്റ് മാസ്. സോ വി റൈറ്റ് എം സ്റ്റാർ. ആൻഡ് ഇൻ കോപ്പർ ലൈക്ക് കണ്ടക്ടേഴ്സ് വി ടേക്ക് എം മാസ് റെസ്റ്റ് മാസ് ഓഫ് ഇലക്ട്രോൺ. ദാറ്റ് ഈസ് 9.1 into 10⁻31 kilogram we take. So the kinetic energy of free electron in a metal can be written as E = ½ m² v². Equation number 1, where m star is the effective mass of electron in the metal, and V is the speed of electron, speed of the particle. അപ്പോൾ ഇതാണ് kinetic energy equation. Now consider the conduction electrons in വെലോസിറ്റി സ്പേസ് ഓർ കെ സ്പേസ്. വെലോസിറ്റി സ്പേസിനെ നമ്മൾ മൊമെന്റം സ്പേസ് എന്ന് പറയും, കെ സ്പേസ് എന്ന് പറയും. നൗ കൺസിഡർ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് വെലോസിറ്റി സ്പേസ്. വെലോസിറ്റി സ്പേസ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ പറയുന്നതാണ്. ദീസ് ഇലക്ട്രോൺസ് ഹാവ് മെനി ഡിഫറെൻറ്റ് വെലോസിറ്റീസ്, ആൻഡ് സിൻസ് ദീസ് വെലോസിറ്റീസ് ആർ റാൻഡം, ദ പോയിന്റ്സ് റെപ്രസെൻറ്റിംഗ് them fill the space uniformly in a sphere as shown in figure. So you understand. Now consider the conduction electrons. Conduction electrons in velocity space, which is also called K space. But velocity space electrons, these electrons have many different velocities, and since these velocities are at random, the points representing them fill the space uniformly in a sphere that is known as sphere as shown in the figure. പടത്തിൽ കാണുന്ന പോലെ ഒരു സ്പിയറിനകത്ത് ഈ റാൻഡമായിട്ട് ചലിക്കുന്ന ഇലക്ട്രോൺസിനെ നമുക്ക് കാണിക്കാൻ സാധിക്കും. ആ പടങ്ങൾ നോക്കുക. ദി സ്പിയർ ഈസ് കോൾഡ് ഫെർമി സ്പിയർ. ഈ സ്പിയറിനെ നമ്മൾ ഫെർമി സ്പിയർ എന്ന് പറയും. അതിൻ്റെ സർഫസിനെ ഫെർമി സർഫസ് എന്ന് പറയും. അതൊന്നുകൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. So look here.
However, it should be noted that പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. However, it should be noted that there is a sphere outside which all points are empty. ഇത്തരം സ്പിയറിന് പുറത്ത് ഈ സ്പേസ് എം ടി ആയിരിക്കും. ഓൾ പോയിന്റ്സ് ആർ എം ടി. ദ റേഡിയസ് ഓഫ് ദി സ്പിയർ ഈസ് ദി ഫെർമി സ്പീഡ് വി എഫ്. ഈ സ്പിയറിൻ്റെ വെലോസിറ്റി, ഈ സ്പിയറിൻ്റെ റേഡിയസ് ഫെർമി സ്പീഡ് തുല്യമായിട്ട് വരും. നമ്മളവിടെ വി എക്സ് വി വൈ എന്നാണ് എഴുതിയത്. അപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുന്ന ആ സ്പിയറിൻ്റെ, ഈ പോയിന്റ്സ് ഉൾക്കൊള്ളുന്ന ആ സ്പിയറിൻ്റെ റേഡിയസ് വി എഫ് ആയിട്ട് എഴുതും, വിച്ച് ഈസ് റിലേറ്റഡ് ടു ദ ഫെർമി എനർജി. ഈ വി എഫ് ആണ് ഈ ഫെർമി എനർജിയായിട്ട് ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് ഫെർമി എനർജി നമുക്ക് എഴുതാം, ഈ ഇലക്ട്രോൺ എനർജി ഹാഫ് എം സ്റ്റാർ വി എഫ് സ്ക്വയർ, വി എഫ് സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അപ്പം അതിൽ നമ്മൾ വി എഫ് കണ്ടുപിടിക്കാവുന്നതാണ്. വി എഫിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്തതാണ്. ദാറ്റ് ഇസ് ഇ എഫ് ഇസ് ഈക്വൽ ടു ഹാഫ് m star vf square. You remember m star is the effective mass of electron in the metal. From this we get vf square is 2ef by m. Vf is equal to 2ef by m star. 2ef by m star is 1 by 2, and this is expression for speed, Fermi speed or Fermi velocity. The Fermi velocity equation ആണ് vf is equal to 2ef by m star the whole raised to 1 by 2. ഇത്ര ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്, പ്രോബ്ലവും ചെയ്തതാണ്. We have done a problem based on this. Now you see, the reason why all points outside the sphere are empty is that, അപ്പോൾ ഇത്ര ഈ ഫെർമി സ്പിയറിനകത്താണ് ഈ ഇലക്ട്രോൺസ് കിടക്കുന്നത്, പുറത്ത് എം ടി ആയിട്ടാണ് വിചാരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? The reason why all points outside the sphere are empty is that they correspond to energies greater than EF. പുറത്താണെങ്കിൽ എനർജി ഇ എഫിൽ കൂടുതലാണ്. വിച്ച് ആർ അൺഓക്കുപ്പൈഡ് അറ്റ് 0K. 0Kയിൽ ഈ എം ടി സ്പേസുകൾ, എം ടി പോയിന്റുകൾ, എം ടി സ്പേസുകൾ അൺഓക്കുപ്പൈഡ് ആണ്. അതുകൊണ്ടാണ് പുറത്ത് നമ്മൾ ഇലക്ട്രോൺസ് വിചാരിക്കാത്തത്. ഈ സ്പിയറിനുള്ളിൽ കിടക്കുന്നതായിട്ടാണ് വിചാരിക്കുന്നത്. The points inside the sphere are completely full. അകത്ത് ഈ പോയിന്റ്സ് എല്ലാം ഫിൽഡ് ആയിരിക്കും. The sphere is known as Fermi sphere and the surface is known as Fermi surface. Surface is the Fermi surface. അപ്പോൾ അകത്തുള്ള സർഫസിനെ വിളിക്കുന്നത് സർഫസ് ആസ് ഫെർമി സർഫസ്. അപ്പോൾ ഈ സ്പിയറിനെ, ഇലക്ട്രോൺ ഉൾക്കൊള്ളുന്ന സ്പിയറിനെ, ബി എഫ് റേഡിയസ് ഉള്ള സ്പിയറിനെ നമ്മൾ ഫെർമി സ്പിയർ എന്ന് പറയും. അതിൻ്റെ സർഫസിനെ ഫെർമി സർഫസ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിന് ഒന്ന് രണ്ട് ചെറിയ രണ്ട് പ്രോപ്പർട്ടി ഇവിടെ നമുക്ക് പറഞ്ഞേക്കാം, പ്രോപ്പർട്ടി മോഡലിൽ പറഞ്ഞേക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ഫെർമി സർഫസ്. നമ്പർ 1, ഫെർമി സർഫസ് ഇസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചർ. ഫെർമി സർഫസ് ടെമ്പറേച്ചറിനെ ആശ്രയിക്കുന്നില്ല. The Fermi surface Fs is independent, not affected. Not affected appreciably by temperature. Temperature കാര്യമായിട്ട് ഇതിനെ സ്വാധീനിക്കില്ല. When the temperature is raised, only relatively few electrons are excited from the inside to the outside of the sphere. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ ഉയർത്തിയാൽ വളരെ കുറവ് ഇലക്ട്രോൺസ് മാത്രമേ ആ സ്പിയറിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഇടയുള്ളൂ. ഫെർമി സർഫസ് ആൻഡ് ദീസ് Fermi surface from Fermi surface, these electrons Fermi surface, there is these electrons have a very lattice, have very little effect
ഇപ്പോൾ ഫെർമി സർഫസിൽ ഈ ടെമ്പറേച്ചറിന് വലിയ സ്വാധീനമില്ല. അപ്പോൾ അവിടെ നമുക്കതൊന്ന് കംപ്ലീറ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഓൺലി റിലേറ്റീവ്ലി ഫ്യൂ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം ദി ഇൻസൈഡ് ടു ദി ഔട്ട്സൈഡ് ഓഫ് ദി ഫെർമി സർഫസ് ആൻഡ് ദീസ് ഹാവ് വെരി ലിറ്റിൽ എഫക്റ്റ്. ഈ ഫെർമി സർഫസിന് ആ ടെമ്പറേച്ചറിന് പുറത്ത് അല്ലെങ്കിൽ ടെമ്പറേച്ചറിന് ഫെർമി സർഫസിൽ കാര്യമായ എഫക്റ്റ് ഇല്ല. ദാസ് ദി ഇലക്ട്രോൺസ് have an independent permanent identity and should be regarded as a real physical characteristic of the metal. അപ്പോൾ ഈ ഇലക്ട്രോൺസിന് ടെമ്പറേച്ചർ ആശ്രയിക്കുന്ന ഫെർമി സർഫസിനുള്ളിൽ ആണെങ്കിൽ അത് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്കാണ്. Number 2, the Fermi surface is very significant in many solid state phenomena. അപ്പോൾ മിക്കവാറും സോളിഡ് സ്റ്റേറ്റ് ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഈ ഫെർമി സർഫസിൻ്റെ ആപ്ലിക്കേഷൻ വരും. ഫോർ എക്സാമ്പിൾ ട്രാൻസ്പോർട്ട് പ്രോപ്പർട്ടീസ്. ഇപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഈ ഫെർമി സർഫസിന് നല്ല ഒരു പങ്കുണ്ട്. ട്രാൻസ്പോർട്ട് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ഫെർമി സർഫസിനെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ പറയുന്നത് എക്സ്പ്ലെയിൻ ഫെർമി സർഫസ് ആൻഡ് ഫെർമി സ്ഫിയർ. വി കണ്ടിന്യൂ അവർ ക്ലാസ്സസ്. താങ്ക് യു വെരി മച്ച്. ദിസ് എ വെരി സ്മോൾ ക്ലാസ്. താങ്ക് യു.